നമസ്കാരം. പ്രപഞ്ചജാലകത്തിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ സമാധാനം നശിപ്പിക്കുന്ന ഏറ്റവും വലിയ വില്ലൻ ആരാണെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം പേരും പറയുന്ന ഉത്തരം കടബാധ്യത എന്നായിരിക്കും. എടുത്ത ലോണുകൾ തിരിച്ചടയ്ക്കാൻ കഴിയാതെ ഒരു കടം വീട്ടാൻ മറ്റൊരു കടം വാങ്ങുന്ന ഡെറ്റ് ട്രാപ്പിൽ നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോ? ഉറക്കമില്ലാത്ത രാത്രികളും കുടുംബത്തിലെ വഴക്കുകളും കടം വരുത്തിവയ്ക്കുന്ന മാനസിക സമ്മർദ്ദവും നിങ്ങളെ തളർത്തുന്നുണ്ടോ? വിഷമിക്കേണ്ട. ഏതൊരു വലിയ കടവും ആസൂത്രണത്തിലൂടെ വീട്ടാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ കടബാധ്യതകൾ തീർത്ത് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനുള്ള പ്രായോഗിക വഴികളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കടം തീർക്കാനുള്ള ആദ്യ പടി അതെത്രയുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കുകയെന്നതാണ്. പേടി കാരണം പലരും തങ്ങൾക്കുള്ള കടങ്ങൾ എഴുതി നോക്കാൻ പോലും തയ്യാറാകില്ല. ഇന്ന് തന്നെ ഒരു ഡയറി എടുത്ത് നിങ്ങൾക്ക് എവിടെയൊക്കെ കടമുണ്ട്, എത്ര പലിശയാണ് ഓരോന്നിനും നൽകുന്നത് എന്ന് കൃത്യമായി എഴുതുക. അത് ബാങ്ക് ലോൺ ആകട്ടെ, ക്രെഡിറ്റ് കാർഡ് ആകട്ടെ, സുഹൃത്തുക്കളിൽ നിന്ന് വാങ്ങിയതാകട്ടെ, എല്ലാം ലിസ്റ്റ് ചെയ്യുക. ശത്രുവിനെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് യുദ്ധം ജയിക്കാൻ കഴിയൂ. കടം വീട്ടാൻ ലോകപ്രശസ്തമായ 2 രീതികളുണ്ട്. സ്നോബോൾ രീതി. ഏറ്റവും ചെറിയ കടം ആദ്യം വീട്ടുക. അത് തീരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസം അടുത്ത വലിയ കടം വീട്ടാൻ നിങ്ങളെ സഹായിക്കും. അടുത്തത് അവലാഞ്ചി രീതി. ഏറ്റവും കൂടുതൽ പലിശയുള്ള കടം, ഉദാഹരണത്തിന് ക്രെഡിറ്റ് കാർഡ് ലോൺ, ആദ്യം വീട്ടുക. സാമ്പത്തികമായി നോക്കുമ്പോൾ ഇതാണ് കൂടുതൽ ലാഭകരം. നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒന്ന് ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുക. കടം നിലനിൽക്കുമ്പോൾ പുതിയ കടങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ ചിലവുകൾ പരിശോധിക്കുക. അത്യാവശ്യമില്ലാത്ത സബ്സ്ക്രിപ്ഷനുകൾ, പുറത്തുനിന്നുള്ള ഭക്ഷണം, ഷോപ്പിംഗ് എന്നിവ താൽക്കാലികമായി നിർത്തിവെക്കുക. ആഡംബരമല്ല, അതിജീവനമാണ് പ്രധാനമെന്ന് മനസ്സിലാക്കുക. പണം ലാഭിക്കാൻ കഴിയുന്ന ഓരോ ചെറിയ വഴിയും നിങ്ങളുടെ കടം കുറയ്ക്കാൻ സഹായിക്കും. ചിലവ് കുറയ്ക്കുന്നതുകൊണ്ട് മാത്രം ചിലപ്പോൾ കടം തീരണമെന്നില്ല. അധിക വരുമാനത്തിനുള്ള വഴികൾ കണ്ടെത്തുക. നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് ഫ്രീലാൻസ് ജോലികളോ സൈഡ് ബിസിനസ്സുകളോ ചെയ്യുക. കിട്ടുന്ന അധിക വരുമാനം മുഴുവൻ കടം വീട്ടാൻ മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ ബാങ്കുമായി സംസാരിച്ച് പലിശ കുറയ്ക്കാനോ തിരച്ചടവ് കാലയളവ് മാറ്റാനോ ശ്രമിക്കാവുന്നതാണ്. കടമെന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല, അതൊരു താൽക്കാലിക പ്രതിസന്ധി മാത്രമാണ്. അച്ചടക്കവും ക്ഷമയുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു കടക്കാം. നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യ ചുവട് ഇന്ന് തന്നെ വയ്ക്കുക. ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. പ്രപഞ്ചജാലകം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.